കാര്യം ശ്രദ്ധിച്ചോടാ. എന്താണ് ഈ ക്ലാരേന്റിക്ക് നമ്മളോട് പഴയതുപോലുള്ള സ്നേഹമില്ല. ഒരു കുറവ് ഫീൽ ചെയ്തില്ലേ നീ? ഇന്നലെ ഇന്നലെ എനിക്കത് തോന്നി. അതാ ഞാൻ പിന്നെ വേറെ കാര്യം ഉണ്ടടാ, നമ്മളെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലോ. നമ്മളെ തീറ്റി പൂട്ടുന്ന ഒരു ചിലപ്പോൾ ആ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്നേഹം കുറയും. പിന്നെ നിത്യയുടെ കുറച്ച് ഇളക്കം ഉണ്ടാവും. ഈ നമ്മളെ കൊണ്ട് നമുക്കും വലിയ ഉപകാരം ഇല്ലല്ലോ. അത് ശരിയാ, നമ്മൾ മൂലോ തോൽവികളല്ലേ. നമ്മളല്ല, നീ കുറച്ച് കൂടുതലാ. എന്തെങ്കിലും നീ എന്താടാ രക്ഷപ്പെടാത്തെ? നീ കുറെ നാളായല്ലോ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കട്ടെ? നീ നായകൻ. നായിക നിത്യമാവേണ്ടി വരുമല്ലോ, അത് വേണ്ട. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരാളെ പുറത്തുനിന്ന് ആകുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? എന്നാ വേണ്ട, പൈസ ഇല്ലാണ്ടാണ് നമുക്ക് ഷോർട്ട് ഫിലിം പിടിക്കാൻ പറ്റുള്ളൂ. ഹീറോ വെച്ചിട്ടാണോ? അല്ല പിന്നല്ല, നിന്നെ വെച്ച് ഞാൻ ബാഹുബലി എടുക്കാടാ. അല്ല നീ നായകനാണ്, അവിടെ താഴെ ഞാനാണ് ഇപ്പൊ ഡയറക്ടർ. ഞാൻ ആലോചിക്കട്ടെ, കാസ്റ്റിംഗ് ഇവിടെ വേണം. ആക്ഷൻ മിണ്ടായിരിക്കും, ഞാൻ ആലോചിക്കട്ടെ. നിത്യനെ പറ്റി, നിത്യനെ നിന്റെ നായികയാക്കണം. അല്ലടാ, ഞാൻ ആക്ഷൻ ചെയ്യലടാ. ഞാനേ ആക്ഷൻ ചെയ്യും, എനിക്ക് വർക്ക് ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ ആവുമ്പോ. പക്ഷേ നിത്യനെ നായികയാക്കാം. വേറെ നീ അങ്ങനെ വിചാരിക്കരുത്. നിത്യനെ നായികയാക്കുന്നത് ഗതികേട് കൊണ്ടാ. അതെ, ഗതികേട് കൊണ്ടാ. അതെനിക്ക് മനസ്സിലായി. നിത്യയെ പിടിച്ചൊന്ന് കൺവിൻസ് ചെയ്യണം. അത് നീ കഥ പറയൂ, നീ പറഞ്ഞ ഇഷ്ടപ്പെടൂലേ? കഥയില്ലല്ലോ. അല്ല, കഥ എഴുതണം. പക്ഷേ അതിന് മുന്നേ അവളോട് പറയണമല്ലോ, നീയാണ് നായകൻ. അവള് സമ്മതിക്കണമല്ലോ. എടാ ഇത് അങ്ങനെ സൗന്ദര്യത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കാത്ത. അങ്ങനെ പറയുന്നത് ഞാൻ സൗന്ദര്യം വെച്ചിട്ടല്ല പറഞ്ഞു, ടാലന്റ് വെച്ചിട്ടാ പറഞ്ഞു. അവൾക്ക് അഭിനയിക്കാൻ അറിയാം, നിനക്കറിയത്തില്ല. ഞാൻ അവളെ പിടിച്ച് കൺവിൻസ് ചെയ്യിച്ചോളാം. എന്റെ കഴിവുകളെ കുറിച്ച് മര്യാദയ്ക്ക് അറിയാത്തോണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിന്നെ വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അത് നിന്റെ ഗതികേട് അല്ലേ? അല്ല, എനിക്ക് നിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കേണ്ടി വരുന്നതും എന്റെ ഗതികേട്. അത് പോട്ടെ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വേണം. അല്ലടാ, നമ്മള് അതൊക്കെ പോട്ടെ. തമാശയൊക്കെ നീ വെക്കാളാ, നമുക്ക് എങ്ങനെ ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നേ. നിത്യയോട് പറയണം, കൺവിൻസ് ചെയ്യിക്കണം. അത് കഴിഞ്ഞിട്ട് ക്ലാരാൻഡിയോട് പറയണം. അതിനൊരു കഥ വേണ്ടേ? നിത്യയോട് പറഞ്ഞു തന്നെ ബാക്കി കൺവിൻസ് ആയില്ലേ? അവള് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞോളൂ, നമ്മുടെ പണി കുറയും. അതാണ് കൂട്ടി ഇടുന്നതായിട്ട് കഥ പറയേ. എന്നിട്ട് എന്നെ അവള് നായിക എന്ന് പറഞ്ഞിട്ട്, അതായത് നായിക ഓറിയന്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം, നീ ഗസ്റ്റ് റോളിൽ വന്ന് പോകുന്നു പറയാം. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഷൂട്ട് ചെയ്യുമ്പോ നമുക്ക് ചെറുതായിട്ട് അവളെ ഗസ്റ്റ് ആക്കാൻ, നീ നായകനാക്കിക്കോ. ഒന്ന് അനങ്ങി ചെയ്യ് വർക്കിച്ച, പെട്ടെന്ന് കഴുകു, അടുത്ത പണി തരാനുള്ളതാ. ഞാനെന്താ പുറത്തുനിന്ന് വന്ന ഭൂതോ? അത് സ്ഥിരം എല്ലാരും പറയുന്ന ഡയലോഗാ, വേറെ മാറ്റി പിടിക്കും. ഞാനിന്ന് 9 ചപ്പാത്തിയെ കഴിച്ചോളൂ, അങ്ങോട്ട് നിറഞ്ഞില്ല. അയ്യോ, 9 ചപ്പാത്തി കഴിച്ചിട്ട് നിറഞ്ഞില്ലല്ലേ? ഇനി ചപ്പാത്തി ഉണ്ടോ? ഇനി ചപ്പാത്തി ഒന്നുമില്ല ഇവിടെ. ഇനിയേ ഞാൻ നിനക്കൊരു കല്ല് വാങ്ങിത്തരാം. നീ പൊറോട്ട അടിച്ച് പഠിക്കേ. അതാകുമ്പോൾ ഒരു 10 ഞാൻ അങ്ങ് അടിച്ചാൽ മതി. പൊറോട്ട ഉണ്ടാക്കാനുള്ള കല്ലല്ല വേണ്ടത്, പിന്നെ കല്ലും കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി തരണം. അതാകുമ്പോ വയറ്റിൽ അങ്ങനെ കിടന്നോളും ദഹിക്കാതെ. അത് നിന്റെ അപ്പന് കൊണ്ട് കൊടുക്കുക. എന്റെ അപ്പന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ ഒടുക്കത്തെ ഒരു വിശപ്പ് എത്ര തിന്നാലും മതിയാകത്തില്ല. 2 ദിവസം തിന്നേണ്ടത് 1 ദിവസം കൊണ്ട് തിന്നു തീർക്കും. എന്നാ നീ തന്നെ ഒന്ന് ഉണ്ടാക്കൂ. അയ്യോ, വെറുതെ ഇരുന്ന് തിന്നുന്നതല്ലേ, എന്തെങ്കിലും ഒരു സഹായം കൂടെ ചെയ്താലേ വലിയ ഉപകാരമാ. തന്നെ എന്റെ അപ്പൻ ഈ കാണുന്നൊക്കെ ഉണ്ടാക്കിയതേ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടാ. അപ്പൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് പോയിട്ട് കുറെ കാലമായി. ഇതൊക്കെ നോക്കി നടത്തുന്നതേ ഞാനാ, എന്റെ കഷ്ടപ്പാടാ. ഇപ്പൊ തന്നെ എനിക്ക് ഇത് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഇന്നലെ അവിടെ കിടന്ന കല്ല് മുഴുവൻ പെറുക്കി കൂട്ടിയിട്ട് വയറ്റിനകത്ത് നീരാ. അതാ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. നീ ഇവിടെ എന്ന് കാല് വെച്ചോ അന്ന് മുതൽ നിനക്ക് നീരാ. ആഹാ, അപ്പൊ ഞാനിതൊക്കെ കള്ളത്തരം പറയുവാന്നാണോ നിങ്ങളുടെ ചിന്ത? എന്തിനു പറയണം? നിന്റെ ഈ മോന്തയിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. വർക്കിച്ച എന്നെ കള്ളി എന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എടി, നീ എന്തെങ്കിലും മേലിറങ്ങി പണിയെടുത്തിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഈ ഒരു പ്ലേറ്റും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് മുഴുവനായിട്ട് കഴുകി വെക്കാൻ പറ്റുമോ? ഇപ്പൊ മണിക്കൂറായി. നീയല്ലേ പറഞ്ഞത് വൃത്തിയായിട്ട് കഴുകണം. വൃത്തിയായിട്ട് കഴുകണം
എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 1 മണിക്കൂർ നിൽക്കണമെന്നല്ല, പെട്ടെന്ന് അങ്ങോട്ട് കഴുകി വെക്കണം. ഞാൻ റോബോട്ടൊന്നുമല്ല, പെട്ടെന്ന് കഴുകാൻ. മനസ്സിലായോ നിനക്ക്? എല്ലാവർക്കും തന്ന പോലെ 2 കൈ തന്നിട്ടുണ്ടല്ലോ, പണിയെടുത്താലെന്നാ? എന്നാ നീ തന്നെ ഉണ്ടാക്ക്, എനിക്ക് പണിയുണ്ട്. ഇങ്ങനത്തെ ഒരു ഒന്ന് ഒഴിവാകാൻ കാത്തിരിക്കുവായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ ഒടുക്കം വെക്കാനായിട്ട്. എന്റെ ഒരു തലവര ഇത്ര ഉള്ളു കാര്യം, അതിനാ കിടന്നോണ്ട് ഒരച്ച് നിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ എന്തോരം പോയിട്ടുള്ള വണ്ടിയാ. അതെ, ഞങ്ങളൊരു പ്ലാനുമായിട്ട് വന്നതാ. എന്താണാവോ പുതിയ പ്ലാൻ? ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്നു. അല്ല, നല്ല പ്ലാൻ. ABCD അറിയായിരുന്നു നിനക്ക്? ഈ ഡയറക്ഷന്റെ ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാണ് അത്ര. യൂട്യൂബ് നോക്കി പഠിക്കാനാണ്. അതെ, ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന് നായിക പറ്റുമോ? നീ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിൽ നായികയാവണം. അല്ല, അവൻ അഭിനയിക്കുന്നില്ല. ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ ഡയറക്ഷൻ. നീ ഡയറക്ട് ചെയ്യുന്നതിൽ ഞാൻ നായികയാവണം. എന്നിട്ട് നീ എന്നെ ടോർച്ചർ ചെയ്ത് എനിക്ക് ഭ്രാന്തായി ഞാൻ അവസാനം വല്ല ഞാനൊന്നും പറയില്ല, ഞാൻ പറയുന്നില്ല. അല്ല, അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം. ഇതൊരു വുമൺ എംപവർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അല്ലടാ, സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതലെന്നാണ് ഉദ്ദേശിച്ചത് മലയാളത്തില്. അപ്പൊ ഇത് ചെയ്യാൻ ഈ വീട്ടിൽ ഇപ്പൊ സ്ത്രീ പ്രാധാന്യമുള്ള നീ മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം പാരഞ്ചിത്ത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെയാണ് നീ വിളിച്ചാൽ ഞാൻ വരണ്ട. പോരഞ്ജിത്ത്. പിന്നെ പാരഞ്ചിത്ത് മെസ്സേജ് അയച്ചു. ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്നായിരിക്കും അയച്ചേ. അല്ലടാ, ആവശ്യം നമ്മുടെയാണ്. അല്ലല്ല, എന്തായാലും ഓക്കെ. ഇവൾ ഇതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ, നീ ഇതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മഞ്ജു വാര്യർ നാഷണൽ അവാർഡ്. ഇല്ലടാ, ഞാനേ നല്ലൊരു എൻട്രി, ഞാൻ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. നല്ലൊരു എൻട്രിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ഈ ആപ്പ ഉപ്പ ഷോർട്ട് ഫിലിമിലൊന്നും ഞാൻ അഭിനയിക്കില്ല. കഥയൊന്ന് കേക്ക്. വേണ്ട, കഥ ഇപ്പൊ പറയണ്ടോ, അത് ഔട്ടായി പോകും. ഒരു കാര്യം ചെയ്യാം, ഇത്ര അഹങ്കാരാണെങ്കിൽ വേണ്ട, നമുക്ക് മറ്റവളെ വിളിക്കാം. മറ്റവളാകുമ്പോ നിനക്ക് കംഫർട്ട് ആയിരിക്കും. എനിക്ക് എളുപ്പമായിരിക്കും, ഇത്രയും ജാടയൊന്നും കേട്ട കാര്യം. അല്ല, ഏത് മറ്റവള്? അല്ല, മറ്റേ എനിക്കൊരു അത്യാവശ്യം ഗ്ലാമർ ഒക്കെ ഉണ്ട് അവള് കേട്ടാ. കുറച്ചുകൂടെ കാണാനും വൃത്തിയുണ്ട്, ഇവളെ പോലെ നമുക്ക് അവളെ വിളിക്കാം. നമുക്ക് അവളെ നാളെ വിളിക്കണം, മറ്റന്നാൾ വിളിക്കണം. എടാ, ഞാൻ അഭിനയിച്ചോളാം, എനിക്കിഷ്ടാ, ഞാൻ അഭിനയിച്ചോളാം. നായികയല്ലേ, ഫീമെയിൽ ഓറിയന്റഡ് അല്ലേ, എന്നെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ എന്താണെന്നറിയോ, കഥ വുമൺ എംപവർമെന്റിന്റെ ഒരു കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി സ്ക്രിപ്റ്റ് എഴുതിട്ട് വന്നിട്ട് ഞാൻ പറയാം. ഗസ്റ്റ് റോൾ ഉണ്ട്. നീ എന്നെ അഭിനയിക്കാനൊക്കെ പറഞ്ഞുതരുമല്ലോ അല്ലേ? ഇവൻ അഭിനയിക്കാൻ പറഞ്ഞത് അന്ന്. എന്നാ നീ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ ഡേറ്റ് ഒക്കെ കൺഫേം ആയിട്ട് എന്റെ ADs എന്നെ വിളിക്കും. ഓക്കെ, താങ്ക് യു. അവളെ വിളിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഞാനുണ്ട്, ഞാൻ സെറ്റാ. ഓക്കേടാ. എടാ ജീവ, നീ പൊക്കോ. പിന്നെ പൈസ ഇല്ല കേട്ടോ അഭിനയിക്കും. അതൊന്നും വേണ്ട. നീ ഡയറക്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് എന്തിനാടാ പൈസ? തമാശ പറയല്ലോ, ഒന്ന് പോയേ. ജീവൻ ഇങ്ങോട്ട് വന്നേ. നീ പൊക്കോടാ. ഓൾ ദി ബെസ്റ്റ്. ആരാടാ പെണ്ണ്? അതോ, അത് ഞാൻ പറയത്തില്ല. പറയടാ. അല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിന് വല്ല വില പറഞ്ഞിട്ട് നീ പോയാ. അല്ല, അത് ഷോർട്ട് ഫിലിമിനൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്നെ വിളിക്കുന്ന ആരെന്നെ നന്നായിട്ട് അഭിനയിക്കാം. എന്നാലും ആരായിരിക്കും അവള്? എന്നാലും അഭിനയിക്കാം. അയ്യോ, ഞാൻ നായികയാവും. ക്ലാരന്റ് ഇപ്പൊ കഴിക്കുന്നേ ഉള്ളോ? രാവിലെ ഒന്ന് കഴിച്ചതാ. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ വന്നാൽ ഞാൻ ഓവർ ഫുഡ് കഴിക്കും. ഇതിപ്പോ 2ാം ട്രിപ്പാ. ക്ലാരന്റി, ഞങ്ങളെ അത് ഒരു ചെറിയ ചായ വേണ്ട, ഒരു പ്ലാനായിട്ട് വന്നു. പ്ലാനോ? വീടിന്റെ അല്ല, പിന്നെ നമ്മുടെ ജീവൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ സിനിമയുടെ പുറകെ. അപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു ഐഡിയ തോന്നി. അവനെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്താലോ? ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സ്ക്രിപ്റ്റ് ഉണ്ട്, കഥയൊക്കെ സെറ്റാ. നല്ല കാര്യം, ജയട്ടെ, അങ്ങനെ രക്ഷപ്പെടുത്തട്ടെ. ഞാനും അത് വിചാരിച്ചു. 2-3 കൊല്ലമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് സ്ക്രിപ്റ്റ്. കുറെ നാളായില്ലേടാ. സത്യം. അപ്പൊ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും രക്ഷപ്പെടും, ഉറപ്പാ. നമ്മളെന്ന് പറയണ്ട, അവൻ രക്ഷപ്പെട്ടാ.
പ്രൊഡ്യൂസർ ഇല്ല. ഇല്ലേ? അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യൂടാ? ആൻറ്റി എന്ന് പ്രൊഡ്യൂസ് ചെയ്യോ ഷോർട്ട് ഫിലിം? ലോ ബഡ്ജറ്റാ? ലോ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി, ഓർമ്മയില്ല. ചുമ്മാ നല്ല നൈസായിട്ട് അടുക്കള വന്നത്, ഒന്നെങ്കിൽ കഴുകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പിടാൻ. ഞാൻ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനോ? നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല, എൻ്റെ കയ്യിലൊക്കെ കാശൊന്നുമില്ല.